ഒരു വർഷത്തിനു ശേഷം ദേവിക ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി അവിടെ വർക്ക് ചെയ്യുകയാണ്. അവൾ രേവതി അവിടെ വെച്ച് കോൾ ചെയ്ത് കുറച്ച് പൂക്കളുമായി അവിടേക്ക് വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ രേവതി പൂക്കളുമായി അവിടേക്ക് എത്തുകയാണ്. രേവതി എന്താ കാര്യമെന്ന് അവളോട് ചോദിച്ചപ്പോ, ഇനി എല്ലാ ദിവസവും ചേച്ചി ഇവിടേക്ക് പൂ കൊണ്ടുവരണം, കച്ചവടം കൂടുമെന്നും ചേച്ചിക്ക് ഓർഡർ കിട്ടിയെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ആ സമയം ഡോക്ടറെ കാണാനായി ശ്രുതി അതേ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അവർ ശ്രുതിയെ ദൂരെ നിന്നും കാണുന്നുണ്ട്. പിന്നീട് ശ്രുതി ഡോക്ടറെ കാണാനായി റൂമിലേക്ക് പോവുകയാണ്. ശ്രുതി എന്തിനാ ഇവിടേക്ക് വന്നത്, അവൾ എന്തിനാ വന്നേന്ന് ഞാൻ ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ദേവിക റിസപ്ഷനിലേക്ക് ചെല്ലുന്നുണ്ട്. ഇപ്പൊ പോയില്ലേ, ആ ലേഡി എന്റെ റിലേറ്റീവ് ആണ്, അവരെന്തിനാ വന്നത് എന്ന് ദേവിക ഡീറ്റെയിൽഡായി ചോദിക്കുന്നുണ്ട്. പ്രോബ്ലം ഒന്നുമില്ല, രണ്ടാമത്തെ പ്രഗ്നൻസി ആകാത്തതുകൊണ്ട് ചെക്കപ്പിന് വന്നതാണെന്ന് അവര് പറഞ്ഞത് കേട്ട് ദേവിക ആകെ വല്ലാതാവുന്നുണ്ട്. ഉടനെ ദേവിക രേവതിയെ വിളിച്ച് ഇക്കാര്യം അറിയിക്കുകയാണ്. അതിന് ശ്രുതിക്ക് ഇതിനു മുമ്പ് കുഞ്ഞൊന്നും പിറന്നിട്ടില്ലല്ലോ, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നാലോചിച്ച് രേവതി ടെൻഷനാവുന്നുണ്ട്. തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് രേവതി. ശ്രുതി അപ്പോഴേക്കും ഡോക്ടറെ കണ്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ആ സമയം ചായയുമായി വന്ന രേവതി അവളെ തന്നെ നോക്കി നിൽക്കുവാണ്. എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ, അങ്ങനെ ശ്രുതി ചോദിക്കുമ്പോ ഒന്നുമില്ല എന്ന് രേവതി പറയുന്നുണ്ട്. ശ്രുതി, ഈ വീട്ടില് നീയാണ് മൂത്ത മരുമകള്, അപ്പോ രേവതിക്ക് മുമ്പ് നിനക്കായിരിക്കണം കുഞ്ഞ് ജനിക്കുന്നത്. അങ്ങനെ ചന്ദ്രമതി പറയുന്നത് കേട്ട് രേവതി ആകെ ഷോക്കായി കയ്യിലുള്ള പാത്രം താഴേക്കെറിയുകയാണ്. രേവതി ഡല്ലായിരിക്കുന്നത് കണ്ട് വർഷ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൾ ഒരുപാട് നിർബന്ധിച്ചപ്പോ ശ്രുതിയുടെ രണ്ടാമത്തെ പ്രഗ്നൻസിയുടെ കാര്യം രേവതി അവളെ അറിയിക്കുകയാണ്. ഇതിനു മുമ്പ് ശ്രുതി പ്രഗ്നന്റ് ആയെന്നോ, ഇതിലെന്തോ ചതിയുണ്ട് ഏട്ടത്തി, ഇപ്പൊ തന്നെ നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞ് വർഷ നടക്കുവാണ്. വേണ്ട വർഷ, ഇപ്പൊ ഇത് ചോദിച്ചാലേ വീട്ടിൽ വലിയ പ്രശ്നാവും, ഇക്കാര്യം നീ ആരോടും പറയരുത്. പിന്നെ കള്ള ഒരുപാട് നാള് നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ, ഒരു നാള് എല്ലാ സത്യങ്ങളും പുറത്തു വന്നോളും. അങ്ങനെ പറഞ്ഞ രേവതി വർഷയെ തടയുകയാണ്. പക്ഷെ റൂമിലെത്തിയ ഉടൻ തന്നെ വർഷ ഈ കാര്യങ്ങളൊക്കെ ശ്രീകാന്തിനെ അറിയിക്കുന്നുണ്ട്. അത് കേട്ടാകെ ഷോക്കായി നിൽക്കുവാണ് ശ്രീകാന്ത്. ശ്രീ, എനിക്കൊരു ഡൗട്ട്, ഇവര് ഫസ്റ്റ് കൺസീവ് ആയത് മാരേജിന് മുമ്പായിരിക്കോ അതോ മാരേജിന് ശേഷമായിരിക്കോ? ശ്രുതിക്ക് എക്സ് ബോയ് ഫ്രണ്ട് വല്ലതും ഉണ്ടായിരുന്നെങ്കിലോ? അങ്ങനെ വർഷ ചോദിക്കുന്നുണ്ട്. മണ്ടത്തരം വിളിച്ചു പറയാതെ വർഷ, അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല എന്നൊക്കെ ശ്രീകാന്ത് മറുപടി കൊടുക്കുവാണ്. ഞാൻ വേണമെങ്കിൽ ശ്രുതി ഏട്ടത്തിയോട് നേരിട്ട് പോയി ചോദിക്കാം. അങ്ങനെ പറഞ്ഞ് വർഷ പോയപ്പോ ശ്രീകാന്ത് അവളെ തടയുകയാണ്. പകരം സച്ചിയുടെ അടുത്ത് പോയി ശ്രീകാന്ത് ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. ഈ ശ്രുതി ഒരു ഫ്രോഡാണെന്ന് എനിക്ക് അന്നേ മനസ്സിലായതാ, പക്ഷെ ഇതുപോലൊരു കാര്യം ഉണ്ടാകുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. പാർലർ അമ്മയെ പറ്റി ഇങ്ങനെ ഒരു ഭൂതകാലം കേട്ടെങ്കിൽ അതിലെന്തോ ഉണ്ട് എന്ന് പറയുകയാണ് സച്ചി. ഇത് ഏട്ടൻ വേറെ ആരോടും പറയല്ലേ, അങ്ങനെ പറഞ്ഞ് ശ്രീകാന്ത് പോകുന്നുണ്ട്. പക്ഷെ സച്ചി ഉടനെ ഇതൊക്കെ അച്ഛന്റെ അടുത്ത് വന്ന് പറയുകയാണ്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. അപ്പോ ശ്രുതി രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയാണോ ഹോസ്പിറ്റലിലോട്ട് പോയത്? അങ്ങനെ അച്ഛൻ ചോദിക്കുവാണ്. ശ്രുതി ഒരു ഫ്രോഡാണെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ അച്ഛ, ഇക്കാര്യം അമ്മയ്ക്കും നേരത്തെ അറിയായിരിക്കും. അമ്മ അറിയാതെ ഇതൊന്നും സംഭവിക്കില്ല. അച്ഛൻ ഇതിനൊരു തീരുമാനം ഇന്നുണ്ടാക്കണം. അങ്ങനെ പറഞ്ഞ് സച്ചി പോകുന്നുണ്ട്. ഉടനെ അച്ഛൻ റൂമിലേക്ക് ചെന്ന് ചന്ദ്രമതിയോട് ഇക്കാര്യം സംസാരിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ മരുമകളെ പറ്റിയാണോ നിങ്ങൾ അനാവശ്യം പറയുന്നത്? ശ്രുതിയുടെ മാരേജ് കഴിഞ്ഞ് ഒരു വർഷം തികയുന്നതേയുള്ളൂ, പിന്നെ എങ്ങനെ അവൾക്ക് കുട്ടി പിറന്നെന്നാ? അങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോ, ചന്ദ്രൻ നീ സത്യം പറഞ്ഞോ, നിനക്ക് ഇക്കാര്യം നേരത്തെ അറിയില്ലേ? നാട്ടിലെങ്ങാനും ഇതറിഞ്ഞ നമുക്ക് അപമാനമാണ്. അങ്ങനെ അച്ഛൻ പറയുകയാണ്. സത്യമായിട്ടും എനിക്കിതിനെപ്പറ്റി അറിവില്ല. ശ്രുതി ഇതിനെക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊന്നും സത്യമായിരിക്കില്ലെന്ന്. അങ്ങനെയാണെങ്കിലേ ഞാൻ ഇപ്പൊ ഇത് തെളിയിച്ചു തരാം, നിങ്ങൾ വായെന്ന് പറഞ്ഞ് ചന്ദ്രമതി പോവുകയാണ്. ചന്ദ്ര, വേണ്ട, ഇപ്പൊ ഇതിനെപ്പറ്റി ശ്രുതിയോട് ചോദിക്കണ്ട എന്ന് പറഞ്ഞ് അച്ഛൻ തടയുമ്പോ, ഇത് ഞാൻ അങ്ങനെ വിടാൻ പോകുന്നില്ല. എടി ശ്രുതി, വാതിൽ തുറക്കടി എന്ന് പറഞ്ഞ് ഡോറിൽ മുട്ടുകയാണ് ചന്ദ്രമതി. എന്താ അമ്മേ ഇങ്ങനെ വിളിച്ചു കൂവുന്നത് എന്ന് ചോദിച്ചോണ്ട് ശ്രുതി ഡോറ് തുറക്കുന്നുണ്ട്. നിന്റെ പേര് ശ്രുതി എന്നാണോടാ? എവിടെടാ അവള്? അങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോ, അകത്തുണ്ട് എന്ന് ശ്രുതി പറയുന്നുണ്ട്. എടി ശ്രുതി, പുറത്തേക്ക് വാടി. നീ പുറത്തേക്ക് വരുന്നോ ഇല്ലയോ? അങ്ങനെ ചന്ദ്രമതി ഉറക്കെ ചോദിച്ചപ്പോ വീട്ടിലെല്ലാവരും ബഹളം കേട്ട് വരുന്നുണ്ട്. പിന്നീട് ശ്രുതിയും പുറത്തേക്ക് വന്നപ്പോ ചന്ദ്രമതി നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ്. എന്തുപറ്റി ആന്റി? അങ്ങനെ ശ്രുതി ചോദിക്കുമ്പോ, ശ്രുതി, നീ ആരാണ്? നിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്?
എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നു പറഞ്ഞ് ചന്ദ്ര അവൾക്ക് നേരെ ചെല്ലുന്നുണ്ട്. അമ്മ എന്താ ഉറക്കത്തിൽ എഴുന്നേറ്റ് വരുന്നതാണോ? ഇതെന്റെ വൈഫ് ശ്രുതിയാണമ്മേ, കണ്ടിട്ട് മനസ്സിലായില്ലേ? അങ്ങനെ ശ്രുതി പറഞ്ഞു കൊടുത്തപ്പോ പോടാ എന്റെ മുമ്പിന്ന് അങ്ങനെ പറഞ്ഞ് ചന്ദ്രമതി ശ്രുതിയെ പിടിച്ചു മാറ്റുകയാണ്. ചന്ദ്ര, നീ ഒന്ന് സമാധാനായിട്ടിരിക്ക്. അങ്ങനെ അച്ഛൻ വന്ന് പറഞ്ഞപ്പോ എങ്ങനെ സമാധാനായിട്ടിരിക്കും? സാധാരണ കാര്യമാണോ ഇത്? എനിക്ക് തല ചുറ്റുന്നു എന്ന് പറയുവാണ് ചന്ദ്രമതി. എന്താ ആന്റി, നിങ്ങൾക്കൊട്ടും സുഖമില്ലേ എന്ന് ചോദിച്ച് ശ്രുതി ഒന്ന് തൊട്ടപ്പോ എന്റെ കൈ വിടടി എന്ന് പറഞ്ഞ് ചന്ദ്ര അവളെ തള്ളി മാറ്റുകയാണ്. നിന്നെ പറ്റി ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമെന്ന് ഞാൻ ഒട്ടും ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ചന്ദ്ര പറയുമ്പോ അയ്യോ, എന്നെ പറ്റി അമ്മയ്ക്കെന്തോ മനസ്സിലായതുപോലുണ്ടല്ലോ എന്നൊക്കെ ശ്രുതി മനസ്സിൽ പറയുന്നുണ്ട്. ശേഷം ആന്റി എന്താ പറയുന്നേന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. അങ്ങനെ ശ്രുതി ചോദിക്കുവാണ്, നിന്നെപ്പറ്റി എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടി. നിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് അത് പറയടി. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്നുപോലും മറക്കാതെ സത്യം പറഞ്ഞോണം. നീ ഇതിനു മുമ്പ് എപ്പോഴാണ് പ്രഗ്നന്റ് ആയത്? അങ്ങനെ ചന്ദ്ര ഉറക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ശ്രുതിയാകെ ഷോക്കാവുകയാണ്. ശ്രുതി വന്ന് അമ്മ എന്തു പറ്റി നിങ്ങൾക്ക്? ശ്രുതി അതിന് ഇതുവരെ പ്രഗ്നന്റ് ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എടാ നീ വായടക്കടാ, എടി നീ പറയടി, നീ ഇതിനു മുമ്പ് പ്രഗ്നന്റ് ആയിട്ടുണ്ടോ? അങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അതാന്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് പേടിച്ചു നിൽക്കുവാണ് ശ്രുതി. ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാ നീ. നിന്നെ തലയിൽ കയറ്റിവെച്ച് ഇത്രയും നാൾ ആടുമായിരുന്നു ഞാൻ. ആ എന്റെ അടുത്ത് നീ ഒന്നും മറക്കണ്ട. മറച്ചാലേ ഈ ചന്ദ്രമതി ആരാണെന്ന് നീ ഇപ്പോ അറിയും. സത്യം മാത്രം പറഞ്ഞോണം. നീ ഇതിനു മുമ്പ് ഗർഭിണി ആയിരുന്നോ ഇല്ലയോ? അങ്ങനെ ദേഷ്യത്തിൽ ചോദിക്കുകയാണ് ചന്ദ്രമതി. എന്താ ആന്റി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ എന്നു പറഞ്ഞ് ശ്രുതി കരയുകയാണ്. നീ ഹോസ്പിറ്റലിലേക്ക് പോയോ ഇല്ലയോ? അവിടെ വെച്ച് നീ രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് ചെക്ക് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞോ? അത് സത്യാണോ? അങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്. ശ്രുതി പേടിച്ച് ഒന്നും മിണ്ടാനാവാതെ നിൽക്കുകയാണ്. ചന്ദ്രമതി അവളെ പിടിച്ചു വലിച്ച് എടി പറയടി, എന്താടി ഇങ്ങനെ നിൽക്കുന്നേ? അവിടെ പോയിട്ട് നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? പറയുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെ ചോദിച്ച് അവളെ അടിക്കാനായി കൈ ഉയർത്തുകയാണ് ചന്ദ്ര. ചന്ദ്രെ, അവളെ നീ ഒറ്റയ്ക്ക് കൊണ്ടുപോയി മാറ്റി നിർത്തി ചോദിക്ക് എന്ന് പറഞ്ഞ് അച്ഛൻ വന്നപ്പോ എന്തിന്? ഇപ്പൊ ഇക്കാര്യം എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്ക് തെളിയിക്കണം. ഇപ്പൊ തന്നെ സത്യം എനിക്ക് അറിഞ്ഞേ മതിയാകൂ. എന്താ നടന്നേന്ന് നീ മറുപടി പറയ്. ചോദിക്കുന്നത് കേട്ടില്ലേ? പറയാനല്ലേ പറഞ്ഞത്. അങ്ങനെ ചന്ദ്രമതി അവളെ പിടിച്ച് ചോദിച്ചപ്പോ അത് കേട്ട് ശ്രുതി പൊട്ടിക്കരയുവാണ്. ശേഷം അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അച്ഛ, ഇതെന്താ അമ്മ ചോദിക്കുമ്പോ മറുപടി പറയാതെ പോയിരുന്ന് കരയുന്നത്? അങ്ങനെ സച്ചി അച്ഛന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ശ്രുതി വന്ന് ശ്രുതി എന്താ ഇവിടെ നടക്കുന്നേ? നീ എപ്പോഴാ ഹോസ്പിറ്റലിലോട്ട് പോയത്? അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ എന്തിനാ കരയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്റെ വിധിയെക്കുറിച്ച് ഓർത്താ ഞാൻ കരയുന്നത്, മതിയോ? അങ്ങനെ പറഞ്ഞ ശ്രുതി പൊട്ടിക്കരയുന്നുണ്ട്. ചന്ദ്രമതി അവിടേക്ക് വന്ന് ശ്രുതി, ഞാൻ ചോദിച്ചതിന് നീ ഇനിയും മറുപടി തന്നിട്ടില്ല എന്ന് ദേഷ്യത്തിൽ പറയുന്നുണ്ട്. അതെ ആന്റി, ഞാൻ രണ്ടാമത്തെ തവണ പ്രഗ്നന്റ് ആകാത്തത് കൊണ്ടാണ് ചെക്കപ്പിന് പോയത്. അങ്ങനെ ശ്രുതി പറഞ്ഞത് കേട്ട് ചന്ദ്രമതി ആകെ വല്ലാതാവുന്നുണ്ട്. ശ്രുതി, നീ എന്താ ഈ പറയുന്നേ? ഇത്രയും നാളായിട്ടും നീ ഒരു തവണ പോലും പ്രഗ്നന്റ് ആയിട്ടില്ലല്ലോ. അങ്ങനെ ശ്രുതി ചോദിക്കുമ്പോ ഇല്ല ശ്രുതി, ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. അങ്ങനെ പറഞ്ഞ് പൊട്ടിക്കരയുവാണ് ശ്രുതി. അത് കണ്ട് ദേഷ്യം വന്ന ചന്ദ്രമതി അത് കല്യാണത്തിന് മുമ്പോ അതിനു ശേഷമോ എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതി എഴുന്നേറ്റ് വന്ന് എന്താ ആന്റി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ എന്ന് ദേഷ്യത്തിൽ പറഞ്ഞപ്പോ എനിക്ക് നിന്റെ മറുപടി മാത്രം മതി, പറയടി എന്ന് പറഞ്ഞ് ചന്ദ്ര ബഹളം ഉണ്ടാക്കുവാണ്. ശ്രുതിയുടെ കുഞ്ഞ് തന്നെ ആന്റി എന്റെ വയറ്റിലുണ്ടായിരുന്നത്. അങ്ങനെ പറഞ്ഞ് ശ്രുതി കരയുകയാണ്. എന്താ മോളെ ഈ പറയുന്നേ? അപ്പോ കല്യാണത്തിന് ശേഷാണോ നീ ഗർഭിണിയായത് എന്ന് അച്ഛൻ ചോദിക്കുമ്പോ അതേ അങ്കിൾ എന്ന് ശ്രുതി പറയുന്നുണ്ട്. അതെപ്പോ എന്ന് ശ്രുതി ചോദിക്കുവാണ്. കുറച്ചു മാസമായി ശ്രുതി ഞാൻ പ്രഗ്നന്റ് ആയിട്ട്. പക്ഷേ എന്ന് ശ്രുതി പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തു പക്ഷേ എന്ന് ചോദിച്ച് ചന്ദ്ര ചൂടാവുകയാണ്. എന്റെ കുഞ്ഞ് ഈ വയറ്റില് ജീവിച്ചിരിപ്പില്ല ആന്റി, അബോഷനായി. അങ്ങനെ പറഞ്ഞ് ശ്രുതി കരയുമ്പോ ചന്ദ്രമതിയും ശ്രുതിയൊക്കെ ആകെ വല്ലാതാവുന്നുണ്ട്. അബോഷനായെന്നോ? അങ്ങനെ ശ്രുതി ചോദിക്കുമ്പോ അതെ ശ്രുതി, നമ്മുടെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരാതെ പോയി. അങ്ങനെ ശ്രുതി കള്ളം പറയുകയാണ്. ഇങ്ങനൊരു സംഭവം നടന്നിട്ട് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അങ്ങനെ ചന്ദ്ര ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. കൺഫേം ആയതിനു ശേഷം നിങ്ങളുടെ അടുത്ത് പറയാനിരുന്നതാ ആന്റി. പക്ഷെ ആ ടൈമിലാണ് എന്റെ അച്ഛൻ ജയിലിലായത്. എന്റെ മാമൻ വന്ന് പറഞ്ഞില്ലേ ആ കാര്യം? എന്റെ അച്ഛൻ അങ്ങനെ സംഭവിച്ചതറിഞ്ഞപ്പോ എന്റെ തലയൊക്കെ ചുറ്റി.
ആരോട് ഇക്കാര്യം പറയാൻ എനിക്ക് തോന്നിയില്ല. നിനക്ക് പോലും ഇതറിയില്ല ശ്രുതി. ഞാൻ രാത്രി ഒരുപാട് നേരം ഇരുന്ന് കരഞ്ഞു. അത് ആലോചിച്ച് ആ സ്ട്രെസ്സില് എന്റെ കുഞ്ഞ് അബോഷനായി പോയി. അങ്ങനെ പറഞ്ഞ് ഉറക്കെ കരയുവാണ് ശ്രുതി. അതൊക്കെ കേട്ട് ചന്ദ്രമതിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്.